പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുക. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക. പരിശുദ്ധമ്മയുടെ വ്യാകുലങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു വ്യാകുലങ്ങൾക്കപ്പുറത്താണ് ഒരു ദിവ്യകാരുണ്യമുണ്ടായത്. അവൻ മരണം വരെ, അതെ കുരിശു മരണം വരെ അവൻ അനുസരണയുള്ളവനായി. ഈ ദിവ്യകാരുണ്യത്തെ നമ്മുടെ കയ്യിലെത്തിക്കാൻ, ഈ ദിവ്യകാരുണ്യത്തെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവം ഒരു കാലിത്തൊഴുത്തിൽ മനുഷ്യനായി പിറന്നു. ദൈവം ഈ ഭൂമിയിൽ നടന്നു. ദൈവം ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത അതിക്രൂരമായ പീഡനങ്ങളിലൂടെ, കുരിശുമരണത്തിലൂടെ കടന്നു, കുരിശിന്റെ വഴിയിലൂടെ നടന്നു. ഇതെല്ലാം ദിവ്യകാരുണ്യമാകാനാണ്. ഇതെല്ലാം നിന്റെ കയ്യിലെത്താനാണ്. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ അലിയാനാണ്. വ്യാകുലങ്ങൾക്കപ്പുറത്താണ് ദിവ്യകാരുണ്യം രൂപപ്പെടുന്നത്. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ രൂപപ്പെട്ടൊരു ദിവ്യകാരുണ്യത്തിന്, ഇങ്ങനെ മുറിഞ്ഞൊരു ദൈവത്തിന്, ഇങ്ങനെ തകർന്നൊരു ദൈവത്തിന് നിന്നെ മനസ്സിലാകും. നിന്റെ വേദനകൾ മനസ്സിലാകും. നിന്റെ കണ്ണീര് മനസ്സിലാകും. നിന്റെ ഭാരങ്ങൾ മനസ്സിലാകും. ആരോടും പറയാത്ത നിന്റെ ദുഃഖങ്ങൾ മനസ്സിലാകും. 14 കുരിശിന്റെ വഴികളിൽ നിന്നവന്, മുഖമടച്ച് വീണവന്, രക്തം വിയർത്തവന്, കുരിശിൽ കിടന്ന് ദൈവമേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചവന്, കൈകളിലൂടെ ആണി കടന്നു പോയവന് അവനെ മനസ്സിലാകൂ. നീ ജീവിതത്തിൽ രക്തം വിയർക്കുന്ന നിമിഷങ്ങൾ, നീ ജീവിതത്തിൽ ആരും താങ്ങാനില്ലാതെ വീണു പോകുന്ന നിമിഷങ്ങൾ, നീ ജീവിതത്തിൽ നിലവിളിക്കുന്ന നിമിഷങ്ങൾ, നിന്റെ ചങ്കിലൂടെയും നിന്റെ ജീവിതത്തിലൂടെയും ആണികൾ കടന്നു പോകുന്ന നിമിഷങ്ങൾ അവന് മനസ്സിലാകും. അവനെ മനസ്സിലാകൂ. അവൻ നിന്നെ സ്നേഹിക്കുന്നു. അവന്റെ മുറിവുകൾ നിനക്ക് വേണ്ടിയാണ്. ഇതാ ഹൃദയത്തിലൂടെ വാള് കടന്നു പോകുമെന്ന് കേട്ടപ്പോഴും പതറാത്തൊരമ്മ, സ്വന്തം മകന്റെ ചേതനയേറ്റ ശരീരം മടിയിൽ കിടത്തുമ്പോഴും കണ്ണു നിറയാത്തൊരമ്മ, മകന്റെ ദാരുണമായ മരണം കുരിശിൽ കാണുമ്പോഴും പതറാത്തൊരമ്മ, മകന്റെ കുരിശിന്റെ വഴിയിൽ തളരാതെ പ്രതീക്ഷയാകുന്നൊരമ്മ. അങ്ങനെ ഒരമ്മയാണ് അവൻ നിന്റെ കൈ പിടിപ്പിച്ചത്. 53 മുത്തുമണികൾ ഉള്ള ഒരു ജപമാല നിന്റെ കയ്യിൽ പിടിക്കുമ്പോൾ നീ പിടിക്കുന്നത് ആ പുണ്യത്തെയാണ്. നീ ചേർക്കുന്നത് ആ കൃപയെയാണ്. കരങ്ങളെ നമുക്ക് ഹൃദയത്തോട് ചേർക്കാം. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഈശോയെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എനിക്ക് എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ദുഃഖങ്ങൾ എന്താണ്? പല കാര്യത്തെ ഓർത്ത് ഞാനിപ്പോൾ ഭാരപ്പെട്ട് നിൽക്കുന്നു. മറ്റാർക്കും അറിയില്ല, എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക്, എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക്. പക്ഷേ ഈശോയെ നിനക്ക് മനസ്സിലാകും. നിനക്ക് മാത്രമേ മനസ്സിലാകൂ. ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്ക്. ഒന്ന് പരിശുദ്ധമ്മ പറയുകയാണ്, മക്കളെ ദൈവത്തോട് ചേർത്ത് വെച്ച്, ദൈവത്തോട് ചേർത്ത് വെച്ച്, ദൈവത്തിന്റെ അനന്ത പദ്ധതിയോട് ചേർത്ത് വെച്ച് നിന്റെ സങ്കടങ്ങളെ, നിന്റെ കണ്ണുനീര് വീണ യാഥാർത്ഥ്യങ്ങളെ, നിന്റെ ദുഃഖങ്ങളെ നീ കാണ്. ദൈവത്തോട് ചേർത്ത് വെച്ച് നീ കാണുന്ന നിന്റെ ജീവിതത്തിലെ സഹനങ്ങളെ. ഒരു പക്ഷേ ആർക്കും ഉത്തരം തരാൻ പറ്റാത്ത പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോകുന്നു. ഒരു പക്ഷേ മുമ്പോട്ടൊരു വഴി കാണാത്ത ജീവിതത്തിന്റെ മുഹൂർത്തത്തിൽ നീ നിൽക്കുന്നു. ഒരു പക്ഷേ ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നീ നിൽക്കുന്നു. പക്ഷേ പരിശുദ്ധമ്മ നിന്നോട് പറയുക, മക്കളെ
ദൈവത്തോട് ചേർത്ത് വെച്ച് നിന്റെ ജീവിതത്തെ കാണ്. എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറം നിന്നെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തെ നീ കാണ്. ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ കൊടുക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിലുമുണ്ട് ഒരുപാട് വ്യാകുലങ്ങൾ, എൻ്റെ ജീവിതത്തിലുമുണ്ട് ഒരുപാട് ഭാരങ്ങൾ, എൻ്റെ ജീവിതത്തിലുമുണ്ട് ഒരുപാട് കണ്ണുനീരിൻ്റെ കാരണങ്ങൾ. അമ്മേ, അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ട്. രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടുമ്പോൾ, രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടുമ്പോൾ അമ്മേ, ഞാൻ സമർപ്പിക്കുന്നു. അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വ്യാകുലങ്ങളെ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഞാൻ സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഞാൻ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഞാൻ മഹത്വപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഞാൻ കാണുന്നു എൻ്റെ ജീവിതത്തിൻ്റെ കണ്ണുനീര്, എൻ്റെ ജീവിതത്തിൻ്റെ വ്യാകുലങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളൊക്കെയും അമ്മേ, ഞാൻ ഈ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഞാൻ സ്വീകരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ കീഴിൽ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളുടെ കീഴിലേക്ക് ഞാൻ വരുന്നു. നമ്മുടെ ഇഷ്ടങ്ങളുടെ കീഴിൽ നിൽക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളുടെ കീഴിലേക്ക് നമ്മൾ വരുമ്പോൾ അത് അനുഗ്രഹമായി മാറും. ഇതാ, അബ്രാഹത്തിന് ഇഷ്ടമായിരുന്നു തൻ്റെ പിതൃഭവനത്തിൽ തൻ്റെ സഹോദരങ്ങളോടൊപ്പം തൻ്റെ നാട്ടുകാരോടൊപ്പം ജീവിക്കാൻ. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം മറ്റൊന്നായിരുന്നു. നിന്റെ പിതൃഭവനത്തെയും നിന്റെ സഹോദരങ്ങളെയും നീ വിടുക. അബ്രാഹത്തിന്റെ ഇഷ്ടത്തിന്റെ കീഴിൽ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ കീഴിലേക്ക് വന്നപ്പോൾ അബ്രാഹം രക്ഷാകര ചരിത്രത്തിന്റെ പിതാവായി മാറി. അബ്രാഹത്തിന്റെ ഇഷ്ടം തനിക്ക് ദൈവം ജീവിതാവസാനത്തിൽ നൽകിയ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ആ കുഞ്ഞിനെ ബലിയർപ്പിക്കുക. അബ്രാഹം ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ മോറിയാമല ചവിട്ടിക്കേറുമ്പോൾ അബ്രാഹം അനുഗ്രഹമായി മാറുന്നു. നമ്മൾ നമ്മുടെ ഇഷ്ടത്തെ താഴെ വച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ മല കയറാൻ തുടങ്ങുക. ഒരുപാട് വേദനയുള്ള, ഒരുപാട് ബുദ്ധിമുട്ടുള്ള, ഒരുപാട് ത്യാഗങ്ങളുള്ളതാണ് മോറിയാമല. എന്നാൽ നമ്മളത് ചവിട്ടാൻ തുടങ്ങുമ്പോൾ ഓർക്കുക, ആ മലയുടെ ആ വേദനയുള്ള, കഷ്ടപ്പാടുള്ള, ചങ്ക് പറയുന്ന ആ മലയുടെ അറ്റത്ത് അവൻ രക്ഷയൊരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തിലെ സഹനങ്ങളുടെ മുകളിൽ ദൈവം കൃപയുടെ അനുഗ്രഹം തീർത്തു വച്ചിട്ടുണ്ട്. എപ്പോൾ നീ ദൈവത്തിന്റെ ഇഷ്ടത്തിന്, ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് വിധേയപ്പെടുമ്പോൾ രണ്ട് കരങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ നിന്ന് നിനക്കിഷ്ടമില്ലാത്തതെല്ലാം നീ മാറ്റിക്കളയണേ. എൻ്റെ ജീവിതത്തിൽ നിന്ന് നിനക്കിഷ്ടമില്ലാത്തതെല്ലാം മാറ്റണേ. ഏത് പ്രതിസന്ധിയിലും, ഏത് തകർച്ചയിലും, ഏത് വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിലും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം അന്വേഷിക്കുവാൻ, ദൈവത്തിന്റെ ഇഷ്ടത്തോട് ആമേൻ പറയുവാൻ ദൈവമേ എന്നെ പഠിപ്പിക്കണമേ. ഏത് പ്രതിസന്ധികൾക്ക് മധ്യത്തിലും, ഏത് സഹനങ്ങൾക്ക് മധ്യത്തിലും, ഏത് കഷ്ടപ്പാടിന്റെ മധ്യത്തിലും ദൈവമേ നിന്റെ ഇഷ്ടം അന്വേഷിക്കുവാൻ കൃപ നൽകണമേ. നമുക്ക് ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിക്കട്ടെ. അഭിഷേകത്തിന്റെ കൃപ നിറയട്ടെ.
യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. 3 നമ്മൾ പരിശുദ്ധാത്മാവ് ചോദിച്ച 3ാമത്തെ ചോദ്യം, എൻ്റെ വേദനയിൽ, എൻ്റെ നൊമ്പരങ്ങളിൽ, എൻ്റെ നൊമ്പരങ്ങൾ, എൻ്റെ വേദനകൾ ഇത് മാത്രമാണോ എൻ്റെ ചിന്തയുടെ കേന്ദ്രം, അതോ ദൈവകേന്ദ്രീകൃതമായ ചിന്തയിലേക്ക് ഞാൻ വളരുന്നുണ്ടോ? എനിക്ക് യേശുവിനെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ വേദനകളെ രക്ഷകരമാക്കാൻ പറ്റുന്നുണ്ടോ? വചനം പറയുന്നുണ്ട്, നമുക്ക് സംഭവിച്ചതെല്ലാം, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ വേദനകളിൽ യേശുവിനെ കൊടുക്കുന്നുണ്ടോ? എൻ്റെ വേദനകൾ, അതിനെക്കുറിച്ചുള്ള പരാതി, അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനയല്ലാതെ അത് രക്ഷാകരമാകണം എന്ന ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഉണ്ടോ? പരിശുദ്ധമ്മ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വന്നപ്പോൾ പരിശുദ്ധമ്മ അപ്പുറത്തൊരു യാഥാർത്ഥ്യം, എനിക്ക് എങ്ങനെ ഈ ലോകത്തിന് യേശുവിനെ കൊടുക്കാൻ പറ്റും? എനിക്ക് വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ഗർഭിണിയായ എലിസബത്തിന് എങ്ങനെ ഒരു സമാധാനം, സന്തോഷം, ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റും? ഈ ചിന്തയിലേക്ക് നമ്മൾ വളരുക. എനിക്ക് എൻ്റെ വേദനയിൽ, എൻ്റെ വേദനയിലൂടെയും എനിക്ക് എങ്ങനെ യേശുവിനെ കൊടുക്കാൻ പറ്റും? ഒരു പക്ഷേ വചനം പറയുന്നു, ദൈവം സ്നേഹമാണ്. ഞാൻ വേദനിക്കുമ്പോഴും ഞാൻ സ്നേഹം കൊടുക്കുമ്പോൾ അത് ദൈവത്തെ കൊടുക്കലാണ്. ഞാൻ വേദനിക്കുമ്പോഴും എന്നെ വേദനിപ്പിച്ചവർക്ക് ഞാൻ ക്ഷമ കൊടുക്കുമ്പോൾ ഞാൻ ദൈവത്തെ കൊടുക്കുകയാണ്. എന്നെ വേദനിപ്പിച്ചവർക്ക് ഞാൻ സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ദൈവത്തെ കൊടുക്കുകയാണ്. എന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തെ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വേദനയിൽ, എൻ്റെ ഒറ്റപ്പെടലുകളിൽ എനിക്ക് യേശുവിനെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നീ ഇപ്പോൾ ഒരു രോഗിയാണ്. അതേ രോഗമുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ അനേകായിരങ്ങളിലേക്ക് യേശുവിന്റെ സൗഖ്യം എത്തുന്ന വഴിയായി മാറുന്നു. നിന്റെ വേദന, നിന്റെ രോഗം അനേകരിലേക്ക് കൃപയൊഴുകുന്ന വഴിയായിട്ട് മാറുന്നു. യേശുവിനെ കൊടുക്കാൻ എത്രയോ വഴികൾ. ഇത് ഞാൻ ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ഒരു കടബാധ്യതയിൽ, എൻ്റെ കുടുംബത്തിലെ ഒരു പ്രശ്നത്തിൽ, എൻ്റെ ജീവിതത്തിലെ ഒരു രോഗത്തിൽ ഞാൻ ഈ ഒരു ചിന്തയിലേക്ക് വളരുക. എനിക്കെങ്ങനെ ദൈവത്തെ കൊടുക്കാൻ പറ്റും? ഈ ചിന്തയിലേക്ക് വളരുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതാണ്, പിശാചിന്റെ ബന്ധനം വിട്ടുപോകും. നമ്മൾ നമ്മുടെ രോഗത്തെക്കുറിച്ച്, നമ്മുടെ കടബാധയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പിശാച് ദുഃഖം, ആകുലത, ഭയം, ആൻസൈറ്റി, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടുവരും. എന്നാൽ നമ്മളുടെ രോഗത്തിൽ, നമ്മുടെ തകർച്ചയിൽ, നമ്മുടെ വേദനയിൽ എങ്ങനെ യേശുവിനെ കൊടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ കൃപ നിറയും. അതിനാൽ ഞാൻ എന്ന വ്യക്തി ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നു. എൻ്റെ ഉള്ളിൽ ആരോടും പറയാത്ത സങ്കടങ്ങളുണ്ട്. പക്ഷെ അതിന് നടുവിലും എനിക്കെങ്ങനെ യേശുവിനെ കൊടുക്കാൻ പറ്റും? നമുക്ക് 2 കരങ്ങൾ ഉയർത്താം. ഈ കൃപ നിറയട്ടെ. നമ്മൾ വെറുതെ പ്രാർത്ഥിച്ച് എൻ്റെ ഒരു പ്രാർത്ഥനാ നിയോഗം സമർപ്പിച്ച് പോകേണ്ടവരല്ല. എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ഉത്തരം കിട്ടിയത് കൊണ്ട് സംതൃപ്തരാകേണ്ടവരല്ല. മറിച്ച് നമ്മൾ യേശുവിനെ കൊടുക്കാൻ കൂടി കടപ്പെട്ടവരാണ്. നമ്മൾ യേശുവിനെ നൽകാൻ കൂടി കടപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്വം നിനക്കുണ്ട്. ഇപ്പോൾ നീ നിന്റെ ബെഡ്റൂമിലിരുന്ന്, ഇപ്പോൾ നീ നിന്റെ കിടക്കയിലിരുന്ന്, ഇപ്പോൾ നീ നിന്റെ മുറിയിലിരുന്ന് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുറിയിലിരുന്നു കൊണ്ട് അനേകരുടെ ജീവിതത്തിൽ യേശുവിനെ കൊടുക്കാൻ നിനക്ക് സാധിക്കും. യേശുവിനെ എത്തിക്കാൻ നിനക്ക് സാധിക്കും. യേശുവിന്റെ കൃപ എത്തിക്കുവാൻ നിനക്ക് സാധിക്കും. അപ്പോൾ ദൈവമഹത്വം നിന്റെ കുടുംബത്തിൽ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങും. ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി
യേശുവേ ശക്തി ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. യേശുവേ 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 പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. യേശുവേ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുവേ യേശുവേ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ജീസസ് 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 ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി 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 ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. അടുത്ത നിമിഷം നമ്മൾ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. എല്ലാ രോഗികളെയും സമർപ്പിക്കുക. ഈശോ ഇപ്പോൾ സൗഖ്യം സംഭവിക്കട്ടെ. ഇപ്പോൾ രോഗക്കിടക്കയിലായിരിക്കുന്നവർ, ഓപ്പറേഷന് വിധേയരാകുന്നവർ, ICUവിലായിരിക്കുന്നവർ, ഹോസ്പിറ്റലായിരിക്കുന്നവർ, വീട്ടിൽ രോഗക്കിടക്കയിലായിരിക്കുന്നവർ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളും യേശു ഇപ്പോൾ സൗഖ്യപ്പെടട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ സൗഖ്യം ശക്തി നിറയട്ടെ. വലതുകരം വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ഈ ആരാധന മുമ്പിൽ നിൽക്കുന്നവർ, നേരിട്ടോ അല്ലാതെയോ ഓഫ്ലൈനിലോ ഓൺലൈനിലോ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ രോഗം ഈശോയുടെ ദിവ്യകാരണത്തോട് ചേർത്ത് വയ്ക്കൂ. ഇപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നൽകിയ വചനം, ഇതാണ് 1 തെസ്സലോനിയർ 5:16-17. എപ്പോഴും സന്തോഷിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അതിനാൽ ഈ രോഗാവസ്ഥയെ ദൈവമേ ചേർത്ത് വെച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ രോഗാവസ്ഥയിൽ സന്തോഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ഈ രോഗാവസ്ഥയിൽ ഞങ്ങൾ ദൈവമേ പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ രക്ഷയ്ക്ക്, സൗഖ്യത്തിന് കാരണമാകട്ടെ. ഈ നിമിഷം സൗഖ്യം കടന്നു വരട്ടെ. ഈ വചനം പറയുന്നു, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തി അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ജെറമിയ 17:14 അഭിഷേകം എല്ലാ രോഗികളിലേക്കും സൗഖ്യമായിട്ട് ഇറങ്ങട്ടെ. ഇപ്പോൾ വലതുകരം വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടുകയും ഇടതുകരം രോഗമുള്ള ഭാഗത്ത് വയ്ക്കുകയും ചെയ്യൂ. ഈ നിമിഷം എല്ലാ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ സൗഖ്യം, യേശുവിൻ്റെ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗവിടകളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുക. കുടുംബങ്ങൾക്ക് വേണ്ടി മറ്റെല്ലാം നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുക. ഏത് കാര്യത്തെ, ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നിയോഗങ്ങളെ ഇപ്പോൾ സമർപ്പിക്കുക. ഇന്ന് നമ്മൾ കേട്ട വചനം എഴുതി പഠിക്കുക. 1 തെസ്സലോനിയർ 5:16-17 തിരുവചനങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ആ വചനത്തിൻ്റെ അഭിഷേകം, അതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം. ആ വചനത്തിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ വചനം പഠിക്കുക. നമ്മൾ ഓരോ ദിവസവും ശുശ്രൂഷ ഓൺലൈനിൽ കാണുന്നുണ്ട്, ഡെയിലി കാണുന്നവരുണ്ട്. പക്ഷേ ആ വചനം, നിങ്ങൾ ആ വചനം എഴുതി പഠിക്കുക. അത് ദൈവം നിങ്ങളോട് പറയുന്നതായിട്ട് മനസ്സിലാക്കുക. ആ വചനം എഴുതുക, പഠിക്കുക. അപ്പോൾ ആ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ആ വചനം നമുക്ക് വലിയ കൃപയായിട്ട് മാറും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ.
യേശുവേ നന്ദി, ആരാധന 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 ആരാധന. പരിശുദ്ധനെ ആരാധന, ബലവാനെ ആരാധന, യേശുവേ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, പരിശുദ്ധനെ ആരാധന, യേശുവേ യേശുവേ യേശുവേ. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന.